ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഗഫൂർ, ഫാഹിസ്, അക്ബർ ബ്രോ. നമസ്കാരം. അക്ബർക്കാക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടി തുടങ്ങിയാലോ? ഏതു കരിരാവിലും ഒരു ചെറു കസവിഴ തുന്നും കിരണമേ, ഈ ഹൃദയവാതിലിൻ പഴുതിലുമൊഴുകി വരൂ, അരികിലെ പുതുമന്ദാരമായി വിടരു നീ. അപ്പൊ ഇങ്ങനെ പാടണം എന്നുള്ളൊരു മൂഡ് വന്നപ്പോഴും പഠിക്കാൻ പോകണമെന്ന് ചിന്തിച്ചിട്ടില്ല? ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ ചെറുപ്പത്തിൽ നമുക്ക് ഫിനാൻഷ്യലി പ്രശ്നങ്ങളുണ്ടായിരുന്നു വീട്ടില്. പിന്നെ ഒരു സമയത്ത് പഠിക്കണമെന്ന് തോന്നിയ സമയത്തും ഇപ്പൊ ഡിഗ്രി പി ജി ഒക്കെ സമയത്തും ക്ലാസ്സും അതിന്റെ തിരക്കും പിന്നെ വേഗം ആവശ്യമില്ലാതെ പോയിട്ടുണ്ട് കല്യാണം കഴിച്ചു. അതിലിടയ്ക്ക് ഒരു ഇഷ്യൂ വന്നല്ലോ, മറ്റേ രേണു സുധീർ. അതൊക്കെ നൈസായിട്ട് ഡീൽ ചെയ്ത് പോയോ? ആളെ സ്വഭാവം വെച്ചിട്ട് ആളെ അങ്ങോട്ട് വിടാൻ പറ്റില്ല, അവനെ അടിച്ച് നിലത്തിടും. അതിന് വേണ്ടിട്ട് ഫുൾ ടീമായി നിൽക്കുന്നു. അക്ബർക്കാക്ക് അങ്ങനത്തെ കുറെ ലോങ് തെറിച്ച ചിന്തകൾ കുറെ ഉണ്ടായിരുന്നു. അത് ഞങ്ങളുടെ കയ്യിൽ സാധനമല്ല. ആ കാര്യത്തിൽ അനീഷിന് പേടിയുണ്ട്. അനീഷ് എന്താ കഴിഞ്ഞ ദിവസം പറയുന്നറിയാം, ഇവന്റെ മടി കാരണം എനിക്ക് തോന്നുന്നു ബ്രോയുടെ കേസ് എടുക്കുകയാണെങ്കിൽ ഒരു 10 വർഷത്തോളം ഒരു വേദി കിട്ടാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ലാസ്റ്റ് അല്ലേ പട്ടുറുമാലില് ഇതിന്ന് നമുക്ക് ഇട്ടെറിഞ്ഞ് പോവാൻ തോന്നാഞ്ഞത് അതുകൊണ്ടൊക്കെ ആയിരിക്കും. പുള്ളി പുറത്തിറങ്ങി വരുമ്പോ ആദ്യം എന്തായിരിക്കും പറയുക? ആദ്യം സാബുവിനെ ഒന്ന് കെട്ടിപ്പിടിക്കും. എന്റെ മെന്റർ. വേറെ കാര്യമുണ്ട്, നീയൊക്കെ എപ്പോഴും ഇവിടെ എഡിറ്റ് ചെയ്യുന്നുണ്ട്. അവൻ വിശ്വസിച്ച് ഇടക്കിടക്ക് അത് ഓർമ്മപ്പെടുത്താൻ വേണ്ടി പറയും. വില്ലയില് ആൾക്കാരുണ്ട്, എണ്ണികളെ നിങ്ങളൊക്കെ ചെയ്യണില്ലേ എന്നാണ് അതിന്റെ അർത്ഥം. എന്താണാവോ? ഹലോ ഹായ് എവരിവൺ, ഇറ്റ്സ് മീ ശില്പ. ദ സൗണ്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനലിന്റെ പേര് കേട്ടാൽ തന്നെ എല്ലാവർക്കും അറിയാം, എപ്പോഴും നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് കലാകാരന്മാരായിരിക്കും. അതുപോലെ ഇന്നും എൻ്റെ കൂടെ 3 പേര് ജോയിൻ ചെയ്യുന്നുണ്ട്. ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഗഫൂർ, ഫാഹിസ്, അക്ബർ ബ്രോ. നമസ്കാരം. അപ്പോൾ നിങ്ങളിപ്പോൾ കൂടുതലും പോപ്പുലർ ആയിരിക്കുന്ന അക്ബർക്കാരുടെ ഫ്രണ്ട്സ് ആണ്. അതിലുപരി ഈ ഫീൽഡിൽ തന്നെ ഭയങ്കര ഫേമസ് ആണ്. മൊത്തത്തിൽ ഇപ്പൊ ബിഗ് ബോസിൽ പോയതിനു ശേഷം അക്ബർക്കാനെ മിസ് ചെയ്യുന്നില്ലേ? എന്തായാലും മിസ് ചെയ്യില്ല. ഞങ്ങൾക്ക് അധികം മിസ്സിംഗ് ഇല്ല, കാരണം ഞങ്ങൾ 24 അവർ അവനെ കാണുന്നുണ്ട്. അവന് നല്ല മിസ്സിംഗ് ഉണ്ടാവും. അപ്പൊ ആദ്യം തന്നെ നമുക്ക് തുടങ്ങുമ്പോ അക്ബർക്കാക്ക് വേണ്ടിട്ട് ഒരു പാട്ട് പാടി തുടങ്ങിയാലോ? സിംഗർ പാടും. അതെ, സിംഗർ പാടൂ. പാട്ടിലപ്പോ തെറ്റിട്ടോ. അക്ബർക്കാക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. അക്ബർക്ക സരിഗമപ്പയില് പാടിയൊരു പാട്ടാണ്. ശ്രമിച്ചു നോക്കാം, തെറ്റിയ കുഴപ്പമില്ല. അവന് ഏതു കരിരാവിലും ഒരു ചെറു കസവിഴ തുന്നും കിരണമേ, ഈ ഹൃദയവാതിലിൻ പഴുതിലുമൊഴുകി വരൂ, അരികിലെ പുതുമന്ദാരമായി വിടരു നീ, ഉണരുവാൻ കൊതി തോന്നുന്നൊരേ പുലരിൽ, അന്നെങ്ങോതിൻ പൊൻപേലി മിന്നുന്നുവോ, അതിലിന്നെൻ്റെ നെഞ്ചോരമേയുന്നുവോ, ഉണർന്നു ഞാൻ ഏതു കരിരാവിലും ഒരു ചെറു കസവിഴ തുന്നും കിരണമേ, ഈ ഹൃദയവാതിലിൻ പഴുതിലുമൊഴുകി വരും. പാടിണ്ട്. ഇല്ല, കൊള്ളാം, നല്ല രസമുണ്ടായിരുന്നു കേൾക്കാന്. അപ്പൊ ഇതാണ് അക്ബർക്കാക്ക് വേണ്ടിട്ട് പാടുന്ന സോങ്. അത് അക്ബർക്ക എന്താ പറയാ, ഇങ്ങനത്തെ ഒരു ജോണറുള്ള പാട്ടുകളില്ലേ, കുറച്ചൊരു മലയാളം മെലഡി എന്നാ കുറച്ച് വെസ്റ്റേൺ അങ്ങനെ ടച്ചുള്ള പാട്ടുകൾ നല്ലോണം പാടുന്ന ആളാണ്. പിന്നെ ഹിന്ദി സദ്യയിട്ട് പാടുന്ന ആളാണ്. അപ്പൊ ആ ഒരു ടച്ചുള്ള പാട്ടാണത്. ഗോപിച്ചേട്ടന്റെ പാട്ടാണ്. അക്ബർക്കയുടെ വൺ ഓഫ് ദ ഫേവറേറ്റ് കമ്പോസറാണ്. അപ്പൊ അതുകൊണ്ട് ബിഗ് ബോസിൽ പുള്ളി പോകുന്ന എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ? എന്തായാലും നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾറെഡി ഇതിന്റെ മുമ്പ് 2-3 ഏതൊരു സീസൺ, 4ാമത്തെ സീസണിലാണ് തോന്നുന്നത്, അവൻ ഓൾറെഡി വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് പിന്നെ പേടിയായതുകൊണ്ട് അന്ന് പറഞ്ഞു ആളെ സ്വഭാവം വെച്ചിട്ട് ആളെ അങ്ങോട്ട് വിടാൻ പറ്റില്ല. ഇപ്പോഴും ആള് ഇപ്പൊ കുറച്ച് ഓക്കെയാണ്. ആള് ഫുള്ളായിട്ട് അങ്ങോട്ട് പുറത്തെടുത്ത വിഷയമാവും. ഞങ്ങളുടെ കൂടെ ഉള്ളത് പുറത്തോട്ട് വരാന്ന് പറഞ്ഞാൽ അവിടെ അതിനും അപ്പുറത്ത് അവിടെ കാണിക്കാൻ പറ്റില്ല. കാരണം കുറച്ച് എക്സ്ട്രീം ക്യാരക്ടറുള്ള
ഒരാളാണ്. കോമഡി ആണെങ്കിലും അതിന് നല്ലൊരു എക്സ്ട്രീം സ്വഭാവമുള്ള ഒരാളാണ്. ദേഷ്യപ്പെട്ടാലും എക്സ്ട്രീം നല്ല എക്സ്ട്രീം ഉള്ള ഒരു മനുഷ്യനാ. അതുകൊണ്ട് ഡിപ്രഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ അതേപോലെ ഭയങ്കര സെൻസിറ്റീവ് ആയ ഒരാളാണ്. എല്ലാവരും ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന, എല്ലാവരും നമ്മളെ ഇഷ്ടപ്പെട്ട ഭയങ്കര ഇഷ്ടമായിക്കാരാ. അതെ, വെറുത്ത നല്ല ഒരാൾ ആദ്യം അങ്ങോട്ട് കണ്ടു കഴിഞ്ഞാൽ ആളെ പെട്ടെന്ന് ഇഷ്ടാവില്ല. അങ്ങനെ അടുക്കുന്ന ഒരു ടൈപ്പ് അല്ല. സംസാരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ലൈക്കാവും. അങ്ങനെയാണ്. കോമഡിയാണ് ആള്. എന്തും ഭയങ്കര ഫ്രീ ആയിട്ട് സംസാരിക്കുക, എന്തോ ഓപ്പൺ ആയിട്ട് പറയാം. എല്ലാം കോമഡി ആയിട്ട് എടുക്കുള്ളൂ. ആള് ജെനുവിനാണ്. ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ പോകുമ്പോൾ ജെനുവിനായിട്ട് നിൽക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ആളുകള് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുള്ളൂ ഇയാൾ എങ്ങനെയാണെന്നുള്ളത്. ഇപ്പൊ അവിടെ അയാൾ കാണിക്കുന്ന ദേഷ്യം, അയാളുടെ സങ്കടം, അയാളുടെ സ്നേഹം, അയാളുടെ സന്തോഷം ഒക്കെ ജെനുവിനാണ്. ഒന്നും ആളുകളെ കാണിക്കാൻ റിയലായിട്ടാണ്. അത് അതിന്റെ ഒരു കുറച്ചും കൂടി കൂടിയിട്ടാണ് ആളുള്ളത്. അപ്പൊ അത് കുറച്ച് കുറഞ്ഞിട്ടാണ് അവിടെ നിൽക്കുന്നത്. പിന്നെ ഒരു പേടിയൊന്നുമില്ല. ആൾക്കാർ ഇങ്ങനെ ചെയ്താൽ എങ്ങനെ ജഡ്ജ് ചെയ്യും അങ്ങനത്തെ പേടിയൊന്നുമില്ല. അത് പുറത്തുമില്ല, അത് എവിടെയില്ല. കപ്പടിക്കുന്ന ഉറപ്പാണ്. അത് ഉറപ്പാണ്, തീർച്ചയായിട്ടും കപ്പടി. ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട്. നാട്ടുകാർ എന്തായാലും വിചാരിക്കണം. വോട്ട് ഭയങ്കര വലിയ ഘടകമാണല്ലോ. നിങ്ങളുടെ കാര്യത്തിൽ നിന്നുള്ള സൈഡിൽ നിന്നുള്ള PR വർക്കൊക്കെ എങ്ങനെ പോകുന്നു? നമുക്ക് PR ഇല്ല. ബേസിക്കലി നമുക്ക് എഡിറ്റ് ചെയ്യാൻ പിള്ളേരുണ്ട് നമ്മുടെ വില്ലയില്. 2 പേരുണ്ട്. അവർ വീഡിയോ 24 hours വീഡിയോ മൊത്തം ഇരുന്ന് കണ്ട്, ലൈവും മൊത്തം ഇരുന്ന് കണ്ട് കട്ട് ചെയ്ത് വീഡിയോസ് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട് നമുക്ക്. അതിനവർക്ക് ഒരു വീഡിയോക്ക് 250 രൂപ കൊടുത്താൽ മതി. അല്ല, അവിടെ നിൽക്കുമ്പോ എന്തായാലും അക്ബർക്കാട് ഒരു കോൺഫിഡൻസ് പുറത്ത് നിങ്ങൾ ചാൻസ് ഉണ്ട് എന്നുള്ളതല്ലേ? അത് തീർച്ചയായിട്ടും. അത് നമ്മള് സോഷ്യൽ മീഡിയയിൽ നമ്മളത് വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട്. ലൈവ് നമ്മ ഫുൾ ആയിട്ട് ഇരുന്ന് കാണുന്നുണ്ട്. ഫുൾ ടൈം കാലത്ത് തുടങ്ങുമ്പോ തൊട്ട് രാത്രി അത് ഉണരുന്നതിന് മുമ്പ് ആൾ ഉണരും. അങ്ങനെയാണ്. അല്ല, അങ്ങനെ അവരെ വീട്ടുകാർ പോലും ചിലപ്പോ ഇങ്ങനെ ബിഗ് ബോസ് ഉണ്ടാവില്ല. അത്രയും അക്ബർ ഖാനോട് അടുത്ത ആൾക്കാരാണ് നമ്മള്. നമുക്കത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലാവും അവനെ അടുത്തതായിട്ട് അവനെതിരെ നീങ്ങുന്ന ആളാരാണ്. അത് മനസ്സിലാവും നമുക്ക്. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ പുറത്ത് കാര്യങ്ങൾ സെറ്റ് ചെയ്യും. കാരണം അടുത്തത് വരാൻ പോകുന്നത് ഇന്നതാണ്, കമന്റ് നമുക്ക് ഇന്നതാണ് വരാൻ പോകുന്നത്. അവന്റെ വായിൽ നിന്ന് എന്തെങ്കിലും വീണ് പോയി കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം പുറത്ത് ഞാൻ ഇത് എങ്ങനെയാണ് അത് പ്രതിഫലിക്കുക എന്നുള്ളതറിയാം. അപ്പൊ അതിനെ നമ്മൾ എങ്ങനെ നേരിടണം എന്നതിനെ കുറിച്ചുള്ള പോസ്റ്റുകൾ സംഭവങ്ങളൊക്കെ നമ്മൾ. അതിലിടയ്ക്ക് ഒരു ഇഷ്യൂ വന്നല്ലോ, മറ്റേ രേണു സുധീഷ്. അതൊക്കെ നൈസായിട്ട് ഡീൽ ചെയ്ത് പോയോ? അങ്ങനെ പറയാൻ പറ്റൂല. ഞങ്ങള് നൈസായിട്ടൊന്നും, അത് ഞങ്ങളുടെ കയ്യിൽ സാധനമല്ല. ഇവിടുന്ന് പോകുമ്പോ തന്നെ പറഞ്ഞിരുന്നു, എടാ ഞാൻ ഇവിടെ പറയുന്ന പോലെ തന്നെ അവിടെ ചിലപ്പോ പറയൂട്ടെ. ഈ സാധനങ്ങളൊക്കെ നമ്മളുടെ ഇടയിൽ പറയുന്ന ചില കാര്യങ്ങളാണിത്. അപ്പോ നമുക്കത് വിഷയം ഉണ്ടാവില്ല. ഫ്രണ്ട്സിന്റെ ഇടയിൽ അത് കോമഡി ആയിട്ട് ഞങ്ങൾ വിടലുള്ളൂ. പക്ഷെ അത് ഓൺ സ്ക്രീനിൽ വന്ന് പറയുമ്പോ എത്രത്തോളം പുറത്തുള്ളവർ ആക്സെപ്റ്റ് ചെയ്യുന്നുള്ള സംഭവം. മാത്രമല്ല, ഓൾറെഡി അവനെ പറ്റി ഒരു ജഡ്ജ്മെന്റൽ ആയിട്ടില്ല ആൾക്കാര്. അവൻ എങ്ങനെയാണെന്ന് അവർക്ക് അറിയില്ല. ആ തുടക്കം 2ാമത്തെ ദിവസം തന്നെ അങ്ങനെ ഒരു ഇത് വന്നപ്പോ ആൾക്കാർ പെട്ടെന്ന് പ്രൊവോക്ഡ് ആയി. പിന്നെ ആളൊരു എന്താ പറയാ, ലൈവ് നല്ലോണം പെർഫോം ചെയ്യുന്ന ഒരാളാണല്ലോ. അപ്പൊ ഒരുപാട് സ്ഥലത്ത് പ്രോഗ്രാം ചെയ്യുന്ന ആളായതുകൊണ്ട് കുറെ ഫാൻസ് ഉണ്ട്. ഓൾറെടി പോകുമ്പോ തന്നെ ഒരു 2.5 ലക്ഷം ഫോളോവേഴ്സ് ഒക്കെ ഉള്ള മനുഷ്യനാ. പിന്നെ ഈ പ്രശ്നത്തിന് ശേഷം ഫോളോവേഴ്സ് ഒക്കെ താഴെ വരികയാണ് ചെയ്തത്. 15,000-16,000 ഫോളോവേഴ്സോളം അൺഫോളോവേഴ്സ് പോയിട്ടുണ്ട് ആൾക്കാർ ഈ ഒരു ഒറ്റ വിളി കാരണം. അപ്പൊ നമുക്കത് ഭയങ്കരമായിട്ട് ബാധിച്ചു. കാരണം ഇത് തുടങ്ങുമ്പോൾ 2-3 വീഡിയോസ് ഞങ്ങൾ പോസ്റ്റ് ചെയ്തിട്ട് അത് മില്യണൊക്കെ വന്നു. ഇങ്ങനെ റീച്ച് ഇങ്ങനെ പൊന്തി വരുന്ന സമയത്താ ഒറ്റൊരു വാക്കില് ഡയലോഗും ഇല്ല, ജസ്റ്റ് ഒരു വേർഡ് ഉള്ളൂ. അതൊരു ഗെയിമില് പറഞ്ഞതാണ്. പക്ഷെ എന്നാലും തെറ്റൊക്കെ ഗെയിമിന്റെ ഭാഗമായിട്ട്. അതില് വേറൊരു കാര്യം എന്താണെന്നറിയോ, ശരിക്കും അവനെ സ്നേഹിക്കുന്ന കുറെ ആളുകൾ അവിടെ ഉണ്ട്. ഇപ്പൊ വേറൊരാൾ അങ്ങനെ ഒരു വേർഡ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര പ്രശ്നമാവും. ഇന്ന് ഇതേപോലെ അവിടെ ആദില പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് പ്രശ്നമായില്ല. ഇവന്റെ വായിൽ നിന്ന് ഇങ്ങനെ ഒരു സംഭവം. കാരണം ഇവനെല്ലാവരും പുറത്തുള്ള ആളുകൾ അവനെ സ്നേഹിക്കുന്നത് അവൻ നല്ലൊരു ഗായകൻ, അവൻ കുറച്ചും കൂടി അവന്റെ വായിൽ നിന്ന് ഇങ്ങനെ വീഴില്ല പ്രതീക്ഷിക്കുന്നില്ല. കാരണം ആ ആർട്ടിസ്റ്റുകൾ ഗായകന്മാരെ ഭയങ്കര ഒരു രൂപക്കൂടിലൊക്കെയാണ് ആൾക്കാരുടെ പാട്ടുകാരെന്ന് പറഞ്ഞാല് ഒരൊന്നും പറയാൻ പാടില്ലല്ലോ. സരസ്വതി വിളയുന്ന നാവെന്നൊക്കെ പറയാ. അപ്പൊ ആ നാവിന്ന് ഇങ്ങനത്തെ വർത്താനം പ്രതീക്ഷിക്കില്ല. പക്ഷെ നമ്മളുടെ ഇടയിലൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ പറയലുണ്ട്. നമ്മളത് എൻജോയ് ഉണ്ടോന്ന് വെച്ചാൽ കോമഡി ആയിട്ട് നമ്മൾ എൻജോയ് ചെയ്യലുണ്ട്. ആ സാധനം സ്ക്രീനിൽ വന്നത് പറഞ്ഞപ്പോ ഭയങ്കരമായിട്ട് പ്രശ്നമായി. ഞങ്ങൾ അതുകൊണ്ട് ആൾക്കതായിട്ട് ഉള്ളിൽ അറിയില്ല. ഞങ്ങളാണ് അത് അനുഭവിച്ചിരുന്നത് ഇവിടെ. കാരണം ഒരു വീഡിയോ പിന്നെ ഒന്ന് റീച്ച് ആക്കി കൊണ്ടുവരാൻ. റീച്ച് മാത്രമല്ല, നമുക്ക് ഫോണ് തുറക്കാൻ തന്നെ വയ്യാണ്ടായി. പിന്നെന്ന് പറഞ്ഞാല് നമ്മള് കൊളാബ് ചെയ്യുന്ന നമ്മുടെ വില്ലയുടെ പേജൊക്കെ ആയിട്ടാവും. വില്ലയുടെ പേജിലേക്കൊക്കെ നല്ല കാപ്പി കൂ പോലത്തെ സാധനങ്ങൾ. ഇപ്പൊ നമ്മളെ പേജൊക്കെ പോയി, യൂട്യൂബ് പോയി, നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് പോയി. 2ാമത് ഒന്നിന്ന് തുടങ്ങിക്കുക. പക്ഷെ ഒരൊറ്റ സംഭവം മതിയില്ല ഒരാളെ ജഡ്ജ് ചെയ്യാൻ. കേരളത്തിലെ ഓഡിയൻസിന്റെ ഒരു പ്രത്യേകതയാണ്,
ചെറിയ എന്തെങ്കിലും കോമാളിത്തരം കാട്ടി അവരെ മാനത്തേക്ക് പൊന്തിക്കും ചെയ്യും. എന്തെങ്കിലും ചെറിയൊരു ഉടായിപ്പ് നല്ല വൈഡായി ഫെയിമായി നിൽക്കുന്ന ഒരാൾക്ക് ഒരു ചെറിയൊരു സാധനം കിട്ടിയാൽ മതി, അവരെ അടിച്ച് നിലത്തിടും. അതിന് വേണ്ടിയിട്ട് ഫുൾ ടീമായി നിൽക്കുകയും ചെയ്യും. എനിക്ക് കുറെ എക്സാമ്പിൾ ഉണ്ട് നമുക്കിവിടെ കുറെ ആൾക്കാർ. ഇപ്പൊ അനീഷിനെ എല്ലാരും പറയുന്നുണ്ട് സാധാരണക്കാരൻ നമ്മളിൽ ഒരുവൻ എന്നൊക്കെ പറയില്ലേ. ഇനിയിപ്പൊ ഇൻ കേസ് ആള് ഫസ്റ്റ് അടിച്ചിട്ട് പുറത്ത് വന്നിട്ട് ഒരു കാറ് മേടിച്ചു കഴിഞ്ഞാൽ ഈ മലയാളികൾ നേരെ ഞങ്ങളാണ് നിന്നെ വളർത്തിയത് എന്ന് വരെ തന്നെ പറയും. ആ കാര്യത്തിൽ അനീഷിന് പേടിയുണ്ട്. അനീഷ് എന്താ കഴിഞ്ഞ ദിവസം പറയുന്നറിയാം, ഞാൻ ഇവിടുന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഫ്ലൈറ്റിൽ പോകില്ല, ഞാൻ ട്രെയിനിനെ പോകും. ഞാൻ കുറവാ ഇപ്പൊ കുറച്ചായിട്ട് ഇപ്പൊ ഷൂട്ടിനൊക്കെ പോണ കുറച്ച് കുറവാ. ഇവനും കുറച്ച് കുറവായിരിക്കും വർക്കൊക്കെ തന്നെ. ഇതിപ്പോ 7ാമത്തെ സീസൺ ആണല്ലോ. ഈ 6 സീസൺ ഞാൻ കണ്ടിട്ടില്ല. ആക്ച്വലി എനിക്ക് താല്പര്യമില്ലാത്ത ആളാണ്. അതിലുള്ളത് കൊണ്ട് മാത്രം ഞാനും ആദ്യമായിട്ടാ ഫുള്ളായിട്ട് കാണുന്നു. അതല്ല, അക്ബർക്ക് ബിഗ് ബോസിലോട്ട് പോകുമ്പോ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു? മീൻസ് ഇങ്ങനെ ഇവിടെ നോക്കിക്കോടെ? അയ്യോ എന്തായാലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേറെ ആരോടും പറയാനില്ലല്ലോ. ഞങ്ങൾ അങ്ങോട്ട് കോൺഫിഡൻസ് കൊടുക്കരുത്. ഇപ്പൊ പോണ സമയത്ത് നീ അവിടെ നിന്റെ എല്ലായിടത്ത് കളിച്ചോ, പുറത്തുള്ളത് ഞങ്ങൾ എന്ത് ചെയ്യാൻ നോക്കാം. ഇൻ കേസ് എന്തേലും വിഷയം ഉണ്ടെങ്കിൽ നമ്മളോട് പറ്റണ പോലൊക്കെ ഞങ്ങൾ ചെയ്യുന്നു. ഫസ്റ്റ് കോളിംഗ് ഒക്കെ വന്ന ഓഡിഷനൊക്കെ പോകുന്ന സമയത്ത് ആളിങ്ങനെ പോയാൽ ഞാൻ നാറോ, എന്റെ ക്യാരക്ടർ പ്രശ്നമാവോ, എന്റെ സ്വഭാവം കാണിച്ച പ്രശ്നമാവും. പിന്നീട് നമ്മള് മോട്ടിവേറ്റ് ചെയ്യും, അന്ന് വിഷയമില്ല. എന്നിട്ട് കുറെ വീഡിയോസ് കാണിച്ചു കൊടുക്കും, മുമ്പുള്ളവർ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ധൈര്യമായിട്ട് പറയാം. അപ്പൊ ആളായിട്ടാണ് നിൽക്കുന്നത്. കാരണം നമുക്കറിയാം ആള് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് അവിടെ പിടിച്ച് നിൽക്കാൻ പറ്റും നമുക്കറിയാം. കാരണം ആളുടെ ഈ കോമഡി സംഭവങ്ങൾ ഏൽക്കുന്ന സംഭവങ്ങളാണ്. സ്പോട്ടിൽ കൗണ്ടർ ചെയ്യാനുള്ള ഒരു സംഭവം കഴിവുണ്ട് മൂപ്പർക്ക്. അങ്ങനെ ഒരാൾക്കും പെട്ടെന്ന് അങ്ങോട്ട് ചെന്നിട്ട് കൗണ്ടർ പറഞ്ഞിട്ടോ അങ്ങനെ അങ്ങോട്ട് കളിയാക്കിട്ട് അടിച്ചിരുത്താനൊന്നും പറ്റില്ല. ഇപ്പൊ പാരഡി ഒക്കെ കണ്ടില്ലേ, ആ സ്പോട്ടിലാണ് പാരഡി ഒരു സംഭവം. പക്ഷെ അത് എത്ര പ്രാസമായിട്ടാ വരുന്നത്, എത്ര നന്നായിട്ടാ വരുന്നത്. അത് പോകുന്നതിന് മുമ്പ് ഇവിടെ വെറുതെ ഇരുന്ന് ഓരോരുത്തരെ പറ്റി പാടരാ, ഇന്നെ പറ്റി പാടാറുണ്ട്. മുമ്പ് തന്നെ ഇപ്പൊ അനുമോളെ കുറിച്ചിട്ടൊക്കെ പാടി തോന്നുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പാടും. മറ്റേ ഈ തിങ്കളൊക്കെ ഉണ്ടല്ലോ, അതിന്റെ ഒക്കെ വെർഷനിൽ പാരഡി അനുമോളേ ഞങ്ങളുടെ അനുമോളേ എന്നൊക്കെ പറഞ്ഞിട്ട് പാടും. അങ്ങനെ കുറെ സാധനങ്ങൾ ആൾ ഇവിടുന്ന് തന്നെ ഇങ്ങനെ മൈൻഡിലുണ്ടാവും. ഇവരെ കുറിച്ച് പാടി എങ്ങനെ ഇരിക്കും എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട് ആളുകൾ ചിന്തിക്കും. പക്ഷെ അവിടെ പോയിട്ട് നമ്മൾ ഇങ്ങനെ വരി എഴുതുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല. കാരണം ലിറിസിസ്റ്റ് എല്ലാവരും നോർമലി പാട്ടുകാരനാ. അതിനൊരു കാരണമുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഫോണില്ല. അതൊന്നുമല്ല, ഫോണില്ലാത്തപ്പോ വെറും ആലോചന മാത്രാണ്. ഓൻ കൂടുതൽ അവിടെ ഇരിക്കണം. അപ്പൊ വരിയൊക്കെയാണ്. പിന്നെ ഇപ്പൊ ഉമ്മയും ഇവരൊക്കെ പോയതിനു ശേഷം ബീൻ ബാഗ് സോഫയില് മാറി. ആ ബീൻ ബാഗ് ഒരു സ്ഥായി ഏരിയ ആണ് ആളുടെ. അവിടുന്ന് എണീക്കില്ല, ഫുള്ള് അവിടെ മടിയനാണ്. അത് ഇവിടെ മടിയനാ. ഈ മടി എന്ന് പറഞ്ഞ മടിയുടെ അങ്ങേയറ്റാ. പിന്നെ പോസ്റ്റ് ആക്കുക, അതിന്റെ ഒക്കെ ഉസ്താദാ. ഇപ്പൊ ഞങ്ങള് പറയാം, ഇപ്പൊ നമ്മളിങ്ങനെ ഉച്ചയ്ക്ക് ഇരിക്കുന്ന സമയത്ത് എടാ ഫുഡ് കഴിക്കാൻ പോവാന്ന് പറയുമ്പോ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് ബാത്റൂമിൽ പോയിട്ട് പറയും. ജസ്റ്റ് ഒന്ന് മുഖം കഴിയിട്ട് 1 മണിക്കൂർ ഇട്ട് പിന്നെ വരിക. അത് ബാത്റൂമിൽ കയറിയ ഫോൺ യൂസ് ചെയ്യും. അളിയന് ആ ഒരു ശീലം കൂടി ഉണ്ട്. അപ്പൊ പോണ സമയത്തൊക്കെ കുറച്ച് കുറഞ്ഞു. ഫോൺ അഡിക്റ്റഡ് ആയ ഒരാൾ അവിടെ പിടിച്ചു നിൽക്കുന്ന ഫോൺ അഡിക്റ്റഡ് അല്ല, അഡിക്റ്റ് അല്ല. പക്ഷെ അത് ഫുൾ ടൈം ഫോണ് അങ്ങനെയല്ല. ചില സമയത്ത് ഇപ്പൊ രാവിലെ ഒരു സമയമാണെങ്കിൽ അത് വർക്കിലോട്ട് കയറിയ വർക്ക് ചെയ്യാനും അങ്ങനെ എല്ലാതും ഉണ്ട്. എല്ലാം ബാക്കിയുള്ള കാര്യങ്ങൾ കറക്റ്റ് ഓരോ ഏരിയയിലാണ് ലോക്ക് ആവണാണ്. ഫോൺ കൊണ്ട് ലോക്കായ അവിടെ ഫോൺ. അതാണ് സംഗതി. ഓക്കെ, അതൊക്കെയാണ് അക്ബർക്കാട് വിശേഷങ്ങൾ. ഇനി നിങ്ങളുടെ കലാകാരന്മാരുടെ അടുത്തോട്ട് വരുവാണെച്ചെങ്കിൽ എങ്ങനെയാണ് കണക്ട് ആവുന്നത് എല്ലാവരും കൂടെ? ഈ ഒരു സർക്കിൾ എങ്ങനെയാണ് തുടങ്ങിയത്? എനിക്ക് തോന്നുന്നു അക്ബർക്കാട് അടുത്തുനിന്നായിരിക്കും. നിങ്ങള് തമ്മില് 2012 അതല്ല, അതിനു മുന്നേ ഞാനൊരു കൺഫ്യൂഷൻ ചോദിക്കട്ടെ. 2 അക്ബർ വരുമ്പോ കൺഫ്യൂഷൻ വരുന്നില്ല. അപ്പൊ എന്താ വിളിക്കാറ് രണ്ടുപേരെ? അക്ബർ ഖാൻ. ഞങ്ങൾ അക്ബർ ഖാൻ തന്നെ വിളിക്കും. ഇത് അക്ബർ ഖാ, അത് അക്ബർ ഖാൻ. അക്ബർ ഖാൻ അങ്ങനെ വിളിക്കലൊന്നുമില്ല. രണ്ടും അക്ബർ ഖാൻ തന്നെയാണ്. പിന്നെ വിളിക്കലുണ്ട്. അക്കൂന്ന് വിളിക്കും, അക്കൂന്ന് വിളിക്കും. ഇത് അക്ബർ ഖാനെ വിളിക്കുള്ളൂ. എപ്പോഴും അക്ബർ ഖാൻ തന്നെ വിളിക്കുള്ളൂ. ആലോചിക്കുന്നു. അപ്പൊ എങ്ങനെ കണക്ട് ആയേ? ഇവരെക്കാൾ മുന്നേ ഞാൻ കണക്ട് ആയിട്ടുണ്ട്. എത്ര കൊല്ലം? പട്ടുമാലൊക്കെ ഉള്ള സമയത്ത്. വർഷം പറയും. പട്ടുമാലി പാടിയിരുന്നു. പട്ടുമാലിൽ റണ്ണറപ്പ് ഇരുന്നാള്. അപ്പൊ ആ സമയത്തൊക്കെ അക്ബർ ഖാനായിട്ട് കണക്ഷൻ. 2010 എങ്ങനെയാണ് ഫസ്റ്റത്തെ മീറ്റിംഗ് ഒന്നും എനിക്കറിയില്ല. എങ്ങനെയോ ഈ പാട്ട് ഫീൽഡിൽ ഞാൻ പണ്ട് അതിന്റെ മുന്നത്തൊക്കെ കുറെ പട്ടുമാല ഞാനും പാടിയിട്ടായിരുന്നു. കുറെ മുന്നേ 2004 തോന്നുന്നു ആ സമയത്തേട്ടെ. പക്ഷെ പാട്ട് ഫീൽഡുമായിട്ട് ബന്ധമുണ്ട്.
അങ്ങനെ എങ്ങനെയോ ഒരു കണക്ഷൻ വന്നതാണ്. പിന്നെ അതങ്ങനെ ഫ്രണ്ടായി. ഭയങ്കര കമ്പനിയായി. അവര് നന്നായിട്ട് പാടാൻ കഴിവുണ്ട് നമുക്ക് അറിയാമായിരുന്നു. അപ്പൊ നമ്മള് സ്വാഭാവികമായിട്ടും ഒരുപാട് ക്ലബ്ബുകളിലേക്ക് ഇങ്ങനെ മെഹഫില് കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന ഒരു സമയമായിരുന്നു ആ സമയത്ത്. അപ്പൊ ആ ക്ലബ്ബുകളിലേക്കൊക്കെ അവൻ വരും, അവനെ വരുത്തിപ്പിക്കും, അവനും കൊണ്ടുപോകും. അങ്ങനെ പിന്നെ സ്റ്റാർ സിംഗറിൽ അവൻ പട്ടുമാല കഴിഞ്ഞ് ഇറങ്ങിയ ഒരു സമയമായിരുന്നു. അങ്ങനെയാണ് പിന്നെ സ്റ്റാർ സിംഗറിലേക്ക് പോകാനുള്ള ഒരു ഓപ്ഷൻ വന്നു. ഭയങ്കര മടിയനായിരുന്നു. മൈലാഞ്ചി അല്ലേ? അല്ല, മൈലാഞ്ചി ഏഷ്യാനെറ്റ് മൈലാഞ്ചിലേക്ക് പോകാൻ ഭയങ്കര മടിയാണ്. പോണില്ല, ഞാൻ ഇനി റിയാലിറ്റി ഷോയുമായിട്ടുള്ള ബന്ധം ഇതോടുകൂടി കഴിഞ്ഞു, ഇനി പോണില്ല എന്നുള്ള സംഭവം. അപ്പൊ എനിക്ക് തോന്നി അവൻ ഒരുപാട് കഴിവുള്ള ആളാണ്, നന്നായിട്ട് പാടാൻ കഴിവുള്ള ആളാണ്. ബൂസ്റ്റ് ചെയ്തു, തള്ളിയിട്ട് നിർബന്ധിച്ചിട്ട് പോയതില്ല. അവൻ അടിപൊളിയായിട്ട്. അപ്പൊ ഈ അക്ബർ ഇക്ക ഇപ്പൊ ലിറിക്സ് ആണോ ഫോക്കസ് ചെയ്യുന്നത് അതോ പാട്ടാണോ? ലിറിക്സ്. ആള് നല്ല സിംഗർ എഴുതും, നന്നായി പാടും. സൂഫി ഗായകനാണ്. കവാലീസ് ഒക്കെ പ്രോഗ്രാമിൽ ഞങ്ങൾ ഒന്നിച്ചാണ് പോലെ. നമുക്കൊരു ബാൻഡ് ഉണ്ട്, ജൽവ എന്ന് പറഞ്ഞൊരു ബാൻഡ് തന്നെ ഉണ്ട്, കവാലി ബാൻഡ്. അക്ബർക്കാണ് അതിൽ ലീഡ് പെർഫോമർ. ബാക്കി ഞങ്ങളൊക്കെ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് സിംഗേഴ്സ് ആയിട്ട് അതിൽ ഉണ്ട്. അപ്പോൾ അതിൽ പാടും, ലിറിക്സ് ചെയ്തും. രണ്ടുപേരും ലിറിസിസ്റ്റ് ആണ്. അക്ബർക്കാരുടെ പാട്ടുകളൊക്കെ മിക്ക പാട്ടുകളിലും ലിറിക്സ് അടിയിൽ ഒരു ഡിസ്ക്രിപ്ഷനിൽ ഒരു ഇതുണ്ടെങ്കിൽ അതിൽ ഇവന്റെ പേരായിരിക്കും. കൂടുതൽ പാട്ടുകൾ 90% പാട്ടുകൾ എഴുതുന്ന ഗഫൂർ ആയിരിക്കും. അതല്ലാതെ ജോണറിലെ പാട്ടുകൾ അക്ബർക്ക് ആയിരിക്കും എഴുതുന്നുണ്ടാവുക. അങ്ങനെയൊക്കെയാണ്. ഗസൽ കുറെ ഗസലുകൾ വരാറുണ്ട്, ഒരുപാട് സാധനങ്ങൾ കുറെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവന്റെ മടി കാരണം ഇപ്പൊ ഇറങ്ങാന് ഇരിക്കുന്ന പാട്ടുകൾ തന്നെ ഒരു 10-30 ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഒക്കെ റെക്കോർഡ് ചെയ്യും, എല്ലാം പബ്ലിഷ് ചെയ്യില്ല, വീഡിയോ ഷൂട്ട് ചെയ്യില്ല. മടി പാട്ടുകൾ. ഇപ്പൊ ഒരു പാട്ട് ചെയ്യണം തോന്നിയാ ഒരു പ്രത്യേകത ഉണ്ട്. പാട്ടുകാരൻ എന്നുള്ളതിനുപരി ആള് നന്നായി പ്രോഗ്രാമിംഗ് ചെയ്യും. ആളുടെ പാട്ട് നല്ല ക്രിയേറ്റീവ് ആയിട്ട് പ്രോഗ്രാമിംഗ് ചെയ്യാൻ ആൾക്ക് നല്ല ഐഡിയ ഉണ്ട്. അപ്പൊ അത് രസമായിട്ട് ചെയ്ത് ഈ പറഞ്ഞ പോലെ ഇപ്പൊ ബിഗ് ബോസില് പോയ ഇൻട്രോ സോങ് ഇല്ലേ, ഇൻട്രോ സോങ്ങിന്റെ ഡെമോ പ്രോഗ്രാമിംഗ് ഒക്കെ ചെയ്തിരിക്കുന്ന ആൾ തന്നെയാണ് ബിഗ് ബോസിന്റെ ഇൻട്രോ സോങ് ഒക്കെ, അതിന്റെ ഒക്കെ റാപ്പ് ഹിപ്പ് ഹോപ്പ് സോങ് ഒക്കെ. അപ്പൊ നല്ല ഐഡിയ. അപ്പൊ അതുകൊണ്ട് കുറെ പാട്ടുകൾ ഇപ്പൊ ഒരു പാട്ട് ചെയ്യണം തോന്നിയാ 5 മിനിറ്റോടൊക്കെ ചെയ്യും. പിന്നെ അതിനെ കുറിച്ച് വിവരം ഉണ്ടാവില്ല. കുറച്ച് സമയം ഉണ്ടാവും, 5 മിനിറ്റ് അല്ല അങ്ങനെ പറഞ്ഞതല്ലോ. നമ്മൾ പറഞ്ഞു വന്നത് ഏകദേശം മൈലാഞ്ചി കഴിഞ്ഞ അവൻ കൊണ്ടോട്ടി സ്റ്റുഡിയോ വേണ്ടി വന്നു. നമ്മളെ ഷാബുന്റെ 2013-14 അവിടെ നീ ആയിട്ട് കണക്ട് ആവണം. ആ ഒരു കാലത്താണ് ഞാനും അവനും. അപ്പൊ നിങ്ങളുടെ ടീമിൽ മൊത്തം എത്ര പേരുണ്ട്? ഞങ്ങളുടെ ടീമിൽ ഇപ്പോ ഇവിടെ നിൽക്കുന്നത് ഞങ്ങളൊരു വില്ലയിലാണ്. അവിടെ തന്നെയാണ്, അതിന്റെ ഉള്ളിൽ തന്നെയാണ് സ്റ്റുഡിയോ ഉള്ളത്. അതിൽ ഞങ്ങൾ 6 പേര്. ഞങ്ങള് 3 പേര്, അക്ബർ 1, 4. നമ്മുടെ ഒരു സൗണ്ട് എഞ്ചിനീയർ. അവിടെ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. റെക്കോർഡിംഗ് ആണ് നടക്കുന്നത്. അപ്പൊ ഇനി ഫ്യൂച്ചറിലോട്ട് എന്താ പ്ലാൻ? ഫ്യൂച്ചറിലോട്ട് നമ്മൾ ഒരുപാട് ട്രാക്സ് ചെയ്യണമെന്നുണ്ട്, നല്ല ക്വാളിറ്റി ഉള്ള ട്രാക്സ്, ഹിപ്പ് ഹോപ്പ്, ഒരുപാട് ട്രാക്കുകൾ എല്ലാ ലാംഗ്വേജിലും. പിന്നെ നമുക്കൊരു പ്രത്യേകത എന്താ വെച്ചാല് എല്ലാ ലാംഗ്വേജ് എഴുതും. അറബിക്, സ്പാനിഷ്, മലയാളം, തമിഴ്, ഹിന്ദി ഒക്കെ, ഉറുദു, സ്പാനിഷ് ഒക്കെ എഴുതും. ഗോപി സുന്ദറിന്റെ ഒക്കെ, ഗോപി ചേട്ടന്റെ ഒക്കെ സ്പാനിഷ് പാട്ടൊക്കെ എഴുതിയിട്ടുണ്ട്. ചെറുതായിട്ട് ഹിന്ദി എഴുതിയിട്ട് ഹരിചരൻ പാടിയ പാട്ട്, ഹിന്ദി, തമിഴ്, എല്ലാ ലാംഗ്വേജും എഴുതുന്ന ആളാണ്. ഫേവറേറ്റ് ആയിട്ടുള്ള എഴുതിയിൽ വെച്ചിട്ട് നമുക്ക് തോന്നിയിട്ടുള്ളത് ഹരിചരന്റെ പാട്ടൊക്കെ ഉറുദു ആണോ? ഉറുദു ഹിന്ദി ഉറുദു നന്നായിട്ട് ചെയ്യും. അങ്ങനെ എഴുതിയിൽ അങ്ങനെ ഫേവറേറ്റ് ഒന്നുമില്ല, അങ്ങനെ എഴുതും, അത് അതിന്റെ വഴിക്ക് പോകും, മറന്നു. പിന്നെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ട്രെൻഡ് ഹിപ്പ് ഹോപ്പ് ആണല്ലോ ഇപ്പൊ കേരളത്തിലൊരു കുറച്ച് കയറി നിൽക്കുന്ന ഒരു ട്രെൻഡ്. അപ്പൊ അങ്ങനത്തെ പാട്ടുകൾ കൂടുതൽ ചെയ്യണമെന്ന് ഞങ്ങൾക്ക് ഉണ്ട്. ഇപ്പൊ 20-ാം തീയതി നമുക്ക് നമ്മളൊരു സോങ് ലോഞ്ച്, അക്ബർക്ക് പാടി ഞാൻ മ്യൂസിക് ചെയ്ത് നമ്മളെ ടീം തന്നെ എല്ലാവരും കൂടി. അതെ അങ്ങനെ തന്നെ ഇരിക്കും. അപ്പോ എല്ലാവരും ഈ ഇൻഡസ്ട്രി തന്നെ കാണും എന്തായാലും. ജീവിതം ചതിച്ചില്ലെങ്കിൽ അല്ല, ഇപ്പൊ നമ്മളൊക്കെ ഇപ്പൊ ഞങ്ങൾക്കൊക്കെ ഒരു ബാക്കപ്പ് ബാക്കപ്പ് പ്ലാൻ അങ്ങനല്ല, അതെല്ലാരും ഞാന് BA ഇസ്ലാമിക് കണ്ടംപററി സ്റ്റഡീസ് ഉണ്ട്, BA ഇംഗ്ലീഷ് ഉണ്ട്, MA ഇംഗ്ലീഷ്, B.Ed ഇംഗ്ലീഷ്. ഞാൻ BSc ജിയോളജി, MSc അപ്ലൈഡ് ജിയോളജി പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്. അത് കഴിഞ്ഞിട്ടാണ് മ്യൂസിക്കിൽ ഞാൻ സ്റ്റിക്ക് ഓൺ ചെയ്ത് ഇപ്പൊ നിൽക്കുന്നത്. അതല്ല, അപ്പൊ എല്ലാവരും ഇങ്ങനെ ഇത്രയും ക്വാളിഫിക്കേഷൻ ഒക്കെ ഉണ്ടായിട്ട് മ്യൂസിക് ആണ് ഫീൽഡ് എന്ന് തിരിച്ചറിഞ്ഞ എപ്പോഴാ? പാട്ട് ഞാൻ എന്നെ സംബന്ധിച്ച് പാട്ട് ചെറുപ്പം തൊട്ടേ പാടും. ഇവനും ചെറുപ്പം തൊട്ടേ പാട്ട് കേൾക്കുമ്പോൾ എഴുതാൻ താല്പര്യമുള്ള ആളാ. അപ്പൊ കൂടുതലും 2-3 നല്ല പാട്ടുകളൊക്കെ എഴുതുമ്പോ, അല്ലെങ്കിൽ കുറച്ച് ഫെയിം ആയിട്ടുള്ള ആൾക്കാരെ പാട്ട് നമുക്ക് ഒരു കൈ വെക്കൂല്ലോ നമ്മള്. ഫേമസ് ആയിട്ടുള്ള ആൾ പാട്ട് അവന് എഴുതുമ്പോ അവനക്ക് കൊള്ളാലോ,
കുറച്ച് എമൗണ്ട് ഒക്കെ കിട്ടുമ്പോൾ പിന്നെ ഒന്ന് ഫെയിം ആവും എന്നൊക്കെ തോന്നുമ്പോൾ നമ്മൾക്ക് സ്റ്റിക്ക് ഓൺ ചെയ്ത് നോക്കാൻ തോന്നി. കൊറോണ സമയത്തൊക്കെ കൂടുതൽ വർക്ക്സ് ഞങ്ങൾക്ക് ഒരുപാട് വർക്ക് ചെയ്തു കൊറോണ സമയത്തൊക്കെ. അങ്ങനെ അങ്ങോട്ട് പിന്നെ കൊറോണ വരെ ഞാൻ കോളേജിലൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കൊറോണ കഴിഞ്ഞപ്പോ പിന്നെ ഇതിലോട്ട് അക്ബറായിട്ട് ഞങ്ങളെല്ലാരും വലിച്ച് ഇടുക്കി ചേർന്നു. അങ്ങനെയായി. ഒരുപാട് പ്രോഗ്രാംസ് ചെയ്തു. ഓരോ മേഖലയിലും എല്ലാവരും കഴിവുള്ളവരാണ്. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് എല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് പലതും ചെയ്യാൻ പറ്റും. അതെന്തായാലും ക്ലിക്ക് അത് നമുക്കറിയാം. അപ്പൊ പിന്നെ അക്ബർക്കയും കുറച്ച് നമ്മളെ കൂട്ടത്തിൽ കുറച്ച് എല്ലാരും ശ്രദ്ധിക്കപ്പെടുന്ന ഒരാളായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ആൾക്കാർ അത് ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു പാട്ടാണെങ്കിലും ഇതിപ്പോ എന്തെങ്കിലും കണ്ടന്റ് നമ്മൾ എടുത്ത് പുറത്തിട്ടാലും ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പൊ പിന്നെ അക്ബറിന്റെ പ്രത്യേകത എന്താ പറയട്ടെ, അവനാണ് ഞങ്ങളെ പല കാര്യങ്ങളിലും സ്വപ്നം കാണാൻ പഠിപ്പിക്കണേ. അവൻ ആദ്യം തന്നെ ഒരു സാധനം സെറ്റ് ചെയ്യും, ഒരുപാട് മുന്നിലോട്ട് നമ്മളെ ചിന്തിക്കാൻ പാകത്തിന് മുന്നിലോട്ട് പല കാര്യങ്ങളും സെറ്റ് ചെയ്യും. അതിലോട്ട് നമ്മളെ എന്ത് ചെയ്യും, വലിച്ചു കൊണ്ടുവരും. ഇപ്പൊ ഒരു ഏറ്റവും ഒരു ചെറിയ കാര്യം പറയും, ഇപ്പൊ നമ്മളൊരു 500 രൂപയുടെ ഷർട്ട് എടുത്തിരുന്ന ആളാണ് കൂട്ടുക. അക്ബർക്ക് ഒരു പ്രോഗ്രാമിനൊക്കെ പോയി വന്നാൽ അക്ബർക്ക് പൈസ ഇല്ലെങ്കിലും പൈസ ഉണ്ടെങ്കിലും നല്ല ബ്രാൻഡുള്ള നല്ല ഹെവി ആയിട്ടുള്ള സാധനങ്ങളെ പർച്ചേസ് ചെയ്യുക. നമുക്കൊന്നും ആദ്യം ശീലം ഉണ്ടായിരുന്നില്ല. ചെറിയ ഫോണ്, ചെറിയ ഡ്രസ്സ് അങ്ങനെ ഒപ്പിച്ച് കിടക്കാന്നായിരുന്നു. പക്ഷെ അക്ബർക്ക എടാ പോരാ, നല്ല ഡ്രസ്സ് ഇട്ട് പരിപാടിക്ക് പോ, നല്ല ഫോൺ എടുക്കുക. അങ്ങനെ നമ്മളൊക്കെ പിന്നെ ഐഫോൺ എടുത്തു തുടങ്ങി. മൈൻഡ് തന്നെ മാറും നമ്മുടെ. പിന്നെ പൈസ കിട്ടുമ്പോഴാണ് ചെലവാക്കി ശീലിക്കാനുള്ള ഒരു സാധനം. അക്ബർ പൈസ ഇല്ലെങ്കിലും ചെലവാക്കി അങ്ങനെ പുതിയ കാലം ചെലവായ കാശ് വരും. അങ്ങനെയാണ് എല്ലാം അടഞ്ഞു നമുക്ക് കാണിച്ചു തന്നു. അത് ഇങ്ങനത്തെ വിഷയങ്ങളിൽ മാത്രമല്ല, എല്ലാത്തിലും എല്ലാ വിഷയങ്ങളും. ഇപ്പൊ നമ്മള് അക്ബറിനായിട്ട് ഞങ്ങൾ ഒരുപാട് യാത്ര ചെയ്യാറുള്ള ആളുകളാണ്. അക്ബറിന്റെ കൂടെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരുപാട് ദർഗകളില് അങ്ങനത്തെ കേന്ദ്രങ്ങളിലൂടെ ഒക്കെ പോകുമ്പോ സൂഫി ഭക്ഷണം വാങ്ങി കൊടുക്കുന്നതൊക്കെ ഭയങ്കര രസമാണ് സംഭവമാണ്. ഞങ്ങളൊക്കെ അനുഭവിച്ച് നല്ല ലൈഫില് ഞങ്ങൾ ഒരുപാട് സ്ഥലങ്ങള് ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സ്ഥലങ്ങൾ പോയിട്ടുണ്ട്. പക്ഷെ ഈ ഒരു പോക്കിന്റെ ഒരു എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് വേറെ എവിടെ നിന്നും കിട്ടിയിട്ടില്ല. ഞങ്ങള് ഏതെങ്കിലും സ്ഥലം പോയി കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളിവിടെ ഒരാളോ രണ്ടാളൊന്നും അറിയില്ല, ചിലപ്പോൾ ആളുകളായിരിക്കും ചിലപ്പോ ചോദിച്ചു വരിക. അപ്പൊ എന്താ ചെയ്യുന്നത്, നമ്മൾ അവിടെ ആ സമയത്ത് ആളുടെ കയ്യിലുള്ള ക്യാഷ് മുഴുവൻ എടുത്തിട്ട് അവർക്ക് ഭക്ഷണം കൊടുക്കും. എന്നിട്ട് ആളെന്ത് ചെയ്യുന്നറിയോ, ഫോൺ വിളിക്കും നാട്ടിലേക്ക്, അല്ലെങ്കിൽ വേറെ ഒരു ഇത്ര രൂപ അയച്ചു തരുമോ, അവർക്ക് ഫുഡ് മേടിച്ചു കൊടുക്കാം, അങ്ങനെ വാങ്ങിക്കൊടുക്കുക. അത് ബിഗ് ബോസിലും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു സംഭവം. എന്തോ ഒരു ഇൻസിഡന്റ് അക്ബർക്ക് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അനുഭവിച്ചാണ്. നമുക്കാണെങ്കിൽ പ്രോഗ്രാം ഇല്ലാത്ത സമയത്ത് പെരുന്നാളിലൊക്കെ ഡ്രസ്സ് എടുക്കാറില്ലാതെ. ഇപ്പൊ എന്റെ കല്യാണം കഴിഞ്ഞാൽ എനിക്ക് 2 വയസ്സുള്ള മോളുണ്ട്. അപ്പൊ ചെറിയ പ്രായത്തിൽ നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞ് കുറച്ച് ബാധ്യതകളൊക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ അക്ബർക്ക് പല സമയങ്ങളിലും ഫിനാൻഷ്യലായിട്ടും അല്ലാതെ മെന്റലി ആണെങ്കിലും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് നമ്മളിങ്ങനെ ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. ഇപ്പൊ ഞാൻ തന്നെ റിയാലിറ്റി ഷോയില് ഒരു 12 കൊല്ലം ഉണ്ടാവും കണ്ടിന്യൂസ് ഓഡിഷന് പോകുന്ന ഒരാളാണ് ഞാൻ. ഇന്നലെ തന്നെ എൻ്റെ പോഡ്കാസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് എന്നെ ഓഡിഷൻ തൊഴിലാളിയാണെന്ന്. അത്രയധികം ഓഡിഷന് പോയിട്ടുണ്ട് ഞാൻ. അക്ബർക്ക പാടുന്ന മൈലാഞ്ചി തൊട്ടിട്ട് ഞാൻ ഓഡിഷന് പോകുന്നുണ്ട്. അപ്പോൾ ആ സമയത്തും നമുക്കൊന്നിലും കിട്ടലില്ല. എങ്ങനെയാണ് ഇത് അപ്രോച്ച് ചെയ്യേണ്ടത്, എങ്ങനെ പാടുന്നൊക്കെ അറിയില്ല. അപ്പം അക്ബർക്കിന് പറഞ്ഞുതരാം, ഇങ്ങനെ പാടും, പിന്നെ നല്ലോണം സംസാരിക്കണം, മിണ്ടാതെ നിൽക്കരുത്, പാടുന്നതിനൊപ്പം തന്നെ സംസാരിക്കണം, ആക്റ്റീവായി നിൽക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അക്ബർക്ക് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് നമുക്ക് കുറേ ഇമ്പ്രൂവ് ആയി വരുന്നത്. ഇപ്പോൾ അതാ 2ാമത്തെ റിയാലിറ്റി ഷോയിൽ പാടുന്നു. അതിൻ്റെ ഇടയിൽ ഏഷ്യാനെറ്റിൽ പോയിരുന്നു, അതിൽ വൈൽഡ് കാർഡ് ആയിരുന്നു. പിന്നെ അത് കുറച്ച് ബിഗ് ബോസ് കാരണം ബ്രേക്ക് ആയതുകൊണ്ടാണ് പുതിയ ഷോയിൽ വന്നത്. അപ്പോൾ ഇതൊക്കെ എനിക്ക് തോന്നുന്നത് ഒറ്റയ്ക്ക് ഉണ്ടാക്കിയതല്ല. അക്ബർക്ക് പറഞ്ഞ കുറേ സംഭവങ്ങളുണ്ട്. നമുക്ക് ആളത് കാണിക്കുന്നുണ്ട്. കുറേ ഷോസിൽ പാടി, ഇപ്പോൾ അതാ ബിഗ് ബോസിൽ വലിയൊരു ഷോയിലെത്തി. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരേ കാര്യങ്ങൾ അക്ബർക്ക് പഠിപ്പിച്ചു. ഇനി എല്ലാ കാര്യങ്ങളും അവൻ മാത്രല്ല ചെയ്യണം, ഞങ്ങളും അവനെ അതുകൊണ്ട് നേരെ തിരിച്ചുകൊണ്ട് ഇല്ലാന്ന് പറയുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ കണക്ഷൻ ഒക്കെ. അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെന്റ് ചെയ്തിട്ടാണ് എല്ലാരും ജീവിക്കുന്നത്. എനിക്ക് തോന്നുന്നു ബ്രോഡ് കേസ് എടുക്കുകയാണെന്നുവെച്ചെങ്കിൽ ഒരു 10 വർഷത്തോളം ഒരു വേദി കിട്ടാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ലാസ്റ്റ് അല്ലേ പട്ടുറുമാലില് എത്തിയത്. അപ്പൊ ആ ഒരു ടൈമില് മടുത്തായിരുന്നോ, ഇത് നടക്കൂല എന്നുള്ളൊരു ഫീൽ വന്നായിരുന്നു? അതൊക്കെ ഇടക്കിടക്ക് വരലുണ്ട്. എന്നിട്ട് നിർത്തിയിട്ടില്ല. ഞാൻ അക്ബർഖാനായിട്ട് കണക്ട് ആവുന്നത് ഇവന്റെ വഴിയാണ്. ഇവന്റെ വഴി അക്ബർക്ക, പിന്നെ ഈ അക്ബർക്ക, അങ്ങനെയായിരുന്നു. അതൊരു ദിവസം ഡ്രസ് ഞാനും ഇവനും നല്ല കോണ്ടാക്ട് ആയതുകൊണ്ട് ഒരു ദിവസം അജ്മീർ പോവാണ്. അജ്മീർ പോകുമ്പോ ഒരു പെട്ടെന്ന് ഇവൻ വിളിച്ചു പറഞ്ഞു, ഒരു സ്ഥലത്ത് പോകണമെന്ന് പറഞ്ഞു. സ്ഥലം ഒന്നും പറഞ്ഞില്ല അല്ലേ, ഒരു സ്ഥലത്ത് പോകണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എവിടുക്കടാന്ന് വെച്ചാൽ പറഞ്ഞു കാറിൽ തൃശ്ശൂർ വരെ ഡ്രസ്സ് ഉണ്ടോന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു 2 ജോഡി ഡ്രസ്സ് ഉണ്ടടാ പറഞ്ഞു. മതിയടാ വാന്ന് പറഞ്ഞു. ട്രെയിൻ കയറി തെണ്ടികളെന്നെ കൊണ്ടുപോയി രാജസ്ഥാനേക്കാ അജ്മീറ പോയത്. അപ്പൊ അക്ബർക്കാണ് അന്ന് കൊണ്ടുവിടുന്നത്. അന്നാണ് അക്ബർഖാൻ ആദ്യം ഞാൻ പരിചയപ്പെടുന്നത്. അവിടെ പോയി 2 ആഴ്ച ഡ്രസ്സിലാണ്ട് ഇട്ട ഡ്രസ്സ് തന്നെ ഡെയിലി അലക്കും. രാത്രി അലക്കി ഇതന്നെ ഇടല. അവസാനം ട്രൗസറൊക്കെ കീറല് തുടങ്ങി അലക്കിട്ട്. പൈസ ഇല്ല, അപ്പോഴും എല്ലാ കാര്യവും ഇവന് വന്ന് പാപ്പരാ. അക്ബർക്ക് കുറച്ച് മേലെയാണ് അന്ന് ഞങ്ങളെ കമ്പയർ ചെയ്യുമ്പോ.
പക്ഷെ കുറച്ച് അക്ബർക്ക് പാപ്പരായി. അതെ, പിന്നെ വേറെ പ്രശ്നമുണ്ട്, ഇയാൾ ഈ കാണുന്നവർക്കൊക്കെ പൈസ എടുത്ത് കൊടുക്കും. നമുക്ക് ഫുഡ് കഴിക്കാൻ പൈസ ഇല്ലെങ്കിൽ ഒരു നേരം ഞങ്ങൾ തിന്നുള്ളൂ, ഇയാൾ വരുന്നവർക്ക് പോണവർക്കൊക്കെ പൈസ എടുത്ത് കൊടുക്കും. അങ്ങനത്തെ ഒരു മൈൻഡ് ഉണ്ട് ഇയാൾക്ക്. പിന്നെ നാട്ടിലേക്ക് വിളിക്കും, പൈസ കടം ചോദിക്കും, അങ്ങനെയൊക്കെയാണ്. എൻ്റെ ആകെ 3000 രൂപ ഉണ്ടായിരുന്നുള്ളൂ. ടിക്കറ്റിന് തന്നെ അതിന്റെ 5000 രൂപ. AC ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് പോണു. ഒരു 1 ലക്ഷറിയാണ്. 5 പൈസ കയ്യിലില്ലെങ്കിലും AC പോവുള്ളൂ. അത് ഞാൻ പറഞ്ഞല്ലോ, കിടക്കുമ്പോ എനിക്ക് ഭയങ്കര പനി. റൂമിൽ വന്നപ്പോ എനിക്ക് പനിയാ, ചുമച്ച് കിടക്കുക. ഇവര് AC ഓഫ് ആക്കൂല, ഇവര് വേണമെങ്കിൽ പോയി പുറത്തിടുന്നടാ, AC-ലുണ്ടല്ലോ. എനിക്ക് അന്ന് ആദ്യമായിട്ട് ഞാൻ അങ്ങനെ AC-ലൊന്നും കിടക്കുന്ന ഒരാളല്ല. എനിക്കാണ് AC, നോർമലി എനിക്ക് അലർജിയാണ് AC പറഞ്ഞാല്. കുറച്ചേരം ഞാൻ നിൽക്കുള്ളൂ, അപ്പൊ ഞാൻ പുറത്തിറങ്ങും. ഇപ്പൊ സ്റ്റുഡിയോയിൽ തന്നെ AC ആണ്, നമ്മുടെ സ്റ്റുഡിയോയിലൊക്കെ കുറച്ചേരം ഉള്ളിൽ AC കൊണ്ട് അപ്പൊ പുറത്തിറങ്ങും, മൂക്കടയും, പിന്നെ പാടാൻ പറ്റില്ല. ഇവരാണെങ്കിൽ ഫുള്ള് AC. പാട്ടുകാരാണ് പറയുമ്പോ അക്ബർക്കൊക്കെ ഫുൾ ടൈം AC ഇതൊക്കെയാണ്. അപ്പൊ ലക്ഷറിയാണ്, മുമ്പ് അങ്ങനെ ജീവിക്കാനുള്ള മൂഡാണ് അന്നും. അവന് അതിന്റെ ഒക്കെ തുടങ്ങാനുള്ള കാരണം എന്താ അറിയോ, അവൻ ഏതോ ഒരു പുസ്തകം വായിച്ചു, അതിൽ അങ്ങനെ ഇത്ര മാനിഫെസ്റ്റ് ചെയ്യണം, റിച്ചായി മാനിഫെസ്റ്റ് ചെയ്യണം. അതിനുശേഷം ഞങ്ങളൊക്കെ മാനിഫെസ്റ്റ് ചെയ്യിക്കാൻ പഠിപ്പിച്ചു അവൻ. എല്ലാവരും ബുക്ക് അതിന്റേതായ മാറ്റം കണ്ടു. ഷോയുടെ കേസ് പറഞ്ഞത് അക്ബർക്കാട് എടുത്ത് വന്ന് പാടി തുടങ്ങി. ഒരു ദർഗുണ്ട് അവിടെ, കവാലിയൊക്കെ പാടുന്ന ഒരു ദർഗുണ്ട് ഷൊർണൂര്. അപ്പൊ അവിടെ വന്നപ്പോഴാണ് ഞാൻ എന്റെ പാട്ട് അക്ബർക്ക് എടുത്തുനിന്ന് കേൾക്കണത്, കവാലിയൊക്കെ പാടുന്ന കേട്ടിട്ട്. ഷൊർണൂര്. അപ്പൊ ആ സമയത്ത് ഓഡിഷൻസ് നടക്കുന്നുണ്ട്, മെയിലാഞ്ചി ഏഷ്യാനെറ്റിന്റെ ഓഡിഷൻസ് നടക്കുന്നുണ്ട്, പട്ടുറുമാലിന്റെ ഓഡിഷൻസ് നടക്കുന്നുണ്ട്. പിന്നോട് അക്ബർക്ക് പോടാ, ഞാൻ പറഞ്ഞു എനിക്ക് വയ്യക്കാനി മടുത്തു. ഞാന് ഇഷ്ടം പോലെ ഇപ്പൊ ഈ പട്ടുറുമാലിന്റെ 12ാമത്തെ സീസണിൽ ഞാൻ പാടുന്നത്. എന്റെ 10 സീസൺ ഓഡിഷൻ ഞാൻ പോയിട്ടുണ്ട്. അതന്നെ ഞാൻ പറഞ്ഞു. മെയിലാഞ്ചി, അന്നത്തെ മെയിലാഞ്ചി പട്ടുറുമാലിൽ എന്റെ സെലക്ഷൻ കിട്ടുന്ന സീസണിൽ നടക്കുന്ന മെയിലാഞ്ചി 7th or 8th സീസണാ. ബാക്കി ഒരു 5 സീസണെങ്കിലും ഞാൻ ഓഡിഷൻ പോയിട്ടുണ്ട്. അക്ബർക്ക റണ്ണറപ്പ് ആയ സീസണിൽ ഞാൻ ഓഡിഷൻ പോയിട്ടുണ്ട്. ഞാൻ ഭയങ്കര ചെറുതാ, മടുക്കാതെ കണ്ടിന്യൂ ചെയ്ത് പോയത്. ഇഷ്ടമാണ്, പാട്ട് ഇഷ്ടമാണ്. കാരണം എന്റെ ബ്രദറും റിയാലിറ്റി ഷോയിൽ പാടുന്ന ഒരാളാ, ഇപ്പോഴും പാട്ടിന്റെ ഫീൽഡിൽ നിൽക്കുന്ന ഒരാളാ. അപ്പൊ എനിക്കതിൽ പാടുന്ന ഒരു ആഗ്രഹം. പിന്നെ എന്റെ ഉമ്മാക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നെ TV കാണണം. അപ്പൊ അതിന്റെ പേരിലാണ് ഞാൻ പോയിരുന്നത്. ഡ്രോപ്പ് ചെയ്ത എന്നാ ബേസിക്കലി പാട്ടൊന്നും പഠിച്ചിട്ടില്ല. കർണാടക ഇല്ല. ഞാൻ കീർത്തന പാടാൻ പറഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് വിരകും. അതാണ്, ഞാൻ അങ്ങനെ പഠിച്ചിട്ടില്ല കർണാട്ടിക് ഒന്നും. അപ്പൊ അതിന്റെ ഒരു പ്രശ്നം എനിക്കുണ്ട്. അതുകൊണ്ടായിരിക്കും കുറെ എനിക്ക് ഗ്യാപ്പ് വന്നത്. പിന്നെ ഒറ്റയ്ക്ക് ഞാൻ ട്രെയിൻ ചെയ്ത് പാട്ടുകൾ എങ്ങനെ പഠിക്കേണ്ടത് മനസ്സിലാക്കിയപ്പോഴായിരിക്കും. അപ്പൊ ഇങ്ങനെ പാടണം എന്നുള്ളൊരു മൂഡ് വന്നപ്പോഴും പഠിക്കാൻ പോകണം എന്ന് ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ ചെറുപ്പത്തിൽ നമുക്ക് ഫിനാൻഷ്യലി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു വീട്ടില്. പിന്നെ ഒരു സമയത്ത് പഠിക്കണമെന്ന് തോന്നിയ സമയത്തും, ഇപ്പൊ ഡിഗ്രി PG ഒക്കെ സമയത്തും ക്ലാസ്സും അതിന്റെ തിരക്കും, പിന്നെ വേഗം ആവശ്യമില്ലാതെ പോയിട്ടുണ്ട് കല്യാണം കഴിച്ചു. ആവശ്യമില്ലാതല്ല നേരത്തെ 23 വയസ്സിൽ തന്നെ കല്യാണം കഴിച്ചില്ല. അപ്പൊ നമുക്ക് ആ പൈസ എടുത്ത് പാട്ട് പഠിക്കണം തോന്നും. ഈ മാസം തൊട്ട് പഠിച്ചാലോ, അപ്പൊ കാണാം 500 രൂപ ചിലപ്പോ ഒരു ക്ലാസ്സിനൊക്കെ ഉണ്ടാവും. അപ്പൊ 2000 രൂപ മാസത്തില്. അപ്പൊ ഒരു അടവുണ്ടാവും, സ്വർണത്തിന്റെ അടവാണ്. അങ്ങനെ ചിന്തിച്ചിട്ട് ഇപ്പൊ 28 വയസ്സായി, 5 കൊല്ലം കല്യാണം കഴിഞ്ഞിട്ട്. പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും പഠിക്കാൻ പറ്റിയിട്ടില്ല, സിറ്റുവേഷൻ കാരണം. ഇനിയിപ്പൊ പഠിക്കണം എന്നുണ്ട്. അല്ല, ഇപ്പൊ കൊറേയൊക്കെ മെച്ചമാണ്. ആ സ്റ്റേജിൽ നിന്നൊക്കെ മാറി. ഇപ്പൊ അങ്ങനെ ബാധ്യതകളൊന്നും ഇല്ല. പാട്ടുകൊണ്ട് തന്നെ നമുക്ക് അടിപൊളിയായിട്ട് ജീവിക്കാൻ പറ്റുന്നുണ്ട്. ഏകദേശം 100-500 പാട്ടൊക്കെ കമ്പോസ് ചെയ്തിട്ടുണ്ടാവും. അയ്യോ, എന്തായാലും ഉണ്ടാവും. യൂട്യൂബിൽ തന്നെ ഒരു 300 പാട്ടെങ്കിലും അപ്ലോഡ് ചെയ്ത്. അല്ലാത്ത ഇങ്ങനെ പെട്ടിയിൽ എടുക്കുന്ന പാട്ട് വേറെ ഉണ്ടാവും. ഒരുപാട് എണ്ണം മത്സരവേദികള്. ഇപ്പൊ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വരികയാണെങ്കിലും അതുപോലെ തന്നെ മാപ്പിളപ്പാട്ട്, അതൊക്കെയാണ് നമ്മളെ സ്റ്റെപ്പിംഗ് സ്റ്റേജുകള്. കലോത്സവങ്ങളൊക്കെയാണ് നമുക്ക് ഫിനാൻഷ്യലി എല്ലാത്തിലും എന്റെ പാട്ടുകൾ ഉണ്ടാവും. ഇതിന്ന് നമുക്ക് ഇട്ടെറിഞ്ഞ് പോവാൻ തോന്നാഞ്ഞത് അതുകൊണ്ടൊക്കെ ആയിരിക്കാം. കലോത്സവത്തിൽ നിന്ന് പൈസ കിട്ടുമ്പോൾ അതുകൊണ്ടൊക്കെ പിടിച്ചു നിന്നിരുന്നു. അതൊന്നും ഇല്ലെങ്കിൽ ഇപ്പൊ ഇട്ടെറിഞ്ഞ് പോയി ഗൾഫിലൊക്കെ ജോലി ചെയ്തിട്ടുണ്ടാവും. പൈസ കിട്ടാൻ തുടങ്ങുമ്പോൾ നമുക്കൊരു മൈൻഡ് ശരിയാവും. പിന്നെ സ്ക്രീന് ഒക്കെ വന്നപ്പോ ചാനൽ അമൃത അല്ലെങ്കിൽ ഒരു ഏഷ്യാനെറ്റിലൊക്കെ പോയി പാടുക നമ്മൾ ചിന്തിക്കാത്ത കുറെ കാര്യങ്ങളല്ലേ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഡെവലപ്പ് ആവും നമുക്ക് തോന്നലുണ്ട്. പിന്നെ നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് പണിയെടുക്കണം. എന്തെങ്കിലും ഇങ്ങനെ സെലക്ഷൻ കിട്ടിയ ടൈമിൽ ഭയങ്കര എക്സൈറ്റഡ് ആയി. അതൊക്കെ അങ്ങനെ തന്നെയാണ്. ഏത് ഷോ കിട്ടിയാലും എനിക്ക് ഭയങ്കര ചാർജാണ്. കിട്ടി പാടണം പഠിക്കണം അയക്കുണ്ട്. ഇവരായിരുന്നു വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്തിരുന്നത്. ഇവന് ഈ അമൃതയിൽ കിട്ടിയതിനു ശേഷം ഒരൊറ്റ വീഡിയോ കാണാൻ പോലും വന്നില്ല. സത്യം പറഞ്ഞാലേ 30 ദിവസമാണ് നമുക്ക് ഒരു മാസത്തിലുള്ളോ. അതിൽ 20 ദിവസമാണ് എനിക്കൊന്ന് എന്റെ കാര്യങ്ങൾ ചെയ്യാനുള്ളോ.
ബാക്കി 10 ദിവസവും അമൃതയിലാണ്. അപ്പൊ അതിന് ഇതാക്കി പറയല്ല, നമുക്ക് ഗ്രൂമിങ്ങും ഇതൊക്കെ 10 ദിവസം ഉണ്ട്. അത്രയും ബാക്കി ദിവസം അത്ര ഉണ്ടോന്ന് എനിക്ക് ഡൗട്ടാ. ബാക്കി ഒരു ചാനലിൽ അത്ര ഉണ്ടാവില്ല. 5 ദിവസം ഗ്രൂമിങ് ഉണ്ട്, 4 ദിവസം ഷൂട്ട് ഉണ്ട്. എനിക്ക് ഒരു ദിവസം പാട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഫ്രീ ആ, വെറുതെ ഇരുന്നാൽ മതി അവിടെ ഇങ്ങനെ സൈഡിൽ ഇരുന്നാൽ മതി. പിന്നെ പിറ്റേ ദിവസമാണ് പാട്ട്. അപ്പൊ അത്രയും ഗ്യാപ്പ് എടുത്തിട്ടാണ് അവര് എല്ലാം ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. അപ്പൊ 10 ദിവസം അങ്ങനെ പോകും. പിന്നെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റണില്ല. പിന്നെ പ്രോഗ്രാം വരുന്നതൊക്കെ ക്യാൻസൽ ആയി പോകും. ഈ 10 ദിവസം വന്ന് വരുമ്പോ തന്നെ ഇതിന്റെ ഇടയിൽ കുറെ പ്രോഗ്രാംസ് ക്യാൻസൽ ആയി പോകും. അപ്പൊ പ്രശ്നം പൈസ ഇല്ല, അടവ് ഡേറ്റ് ആവും, അപ്പൊ EMI വരും. അപ്പൊ ബാക്കിയുള്ള 20 ദിവസം അതിനോടും, പ്രോഗ്രാമിനോടും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വർക്ക്സ് ഉണ്ടെങ്കിൽ റെക്കോർഡിങ്ങിനോടും. അതുകൊണ്ട് ടൈം കിട്ടില്ല. അതുകൊണ്ടാണ് എഡിറ്റ് ചെയ്യാത്ത കപ്പറ. അതിലോട്ടാണ് ഞാൻ എത്തിയത്. വേറെ കാര്യമുണ്ട്, നീയൊക്കെ എപ്പോഴും ഇവിടെ ഇരുന്നിട്ട് എഡിറ്റ് ചെയ്യുന്നുണ്ട് അവൻ വിശ്വസിക്കുന്നു. ഇടക്കിടക്ക് അത് ഓർമ്മപ്പെടുത്താൻ വേണ്ടി പറയും. വില്ലയില് കുറച്ച് ആൾക്കാരുണ്ട്, നിങ്ങളൊക്കെ ചെയ്യണില്ലേ? അല്ല, അത് നമ്മൾ ചെയ്യുന്നോണ്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. അല്ലെങ്കിൽ അയ്യോ നമ്മൾ ചെയ്യുന്നില്ല എന്നല്ല, പക്ഷെ പഴയ പോലെ ചെയ്യാൻ പറ്റുന്നില്ല. പുള്ളി പുറത്തിറങ്ങി വരുമ്പോ ആദ്യം എന്തായിരിക്കും പറയും? ആദ്യം സാബുവിനെ ഒന്ന് കെട്ടിപ്പിടിക്കും. സാബുവാണോ എന്റെ മെന്റർ? അല്ല, പുള്ളി നമുക്ക് ഭയങ്കര എന്താ പറയാ, ആളങ്ങനെ കീഴ അങ്ങനെ നിക്കുന്ന കണ്ടപ്പോ നമുക്ക് ഭയങ്കര സന്തോഷം. പിന്നെ അക്ബർക്ക് ആ ഒരു സ്റ്റേജിൽ നിൽക്കണ കാണുമ്പോ നമുക്കും എന്തോ ഇനിയും കുറെ സംഭവങ്ങൾ നേടാനുണ്ട്. സത്യം, അത് ആ ഒരു സാധനം നമുക്ക് നല്ലോണം കിട്ടുന്നുണ്ട്. പിന്നെ അക്ബർക്ക് എപ്പോഴും പറയുന്ന ഒരു സാധനം ഉണ്ട്, ഞാൻ രക്ഷപ്പെട്ട എന്റെ കൂടെയുള്ളവർ രക്ഷപ്പെടുന്ന പറഞ്ഞ സാധനം. അത് ആള് രക്ഷപ്പെടുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അനുഭവിച്ചു തുടങ്ങി കുറെ കാര്യങ്ങൾ. നമ്മൾ കയറി കയറി വരുന്ന ഒരു സാധനം, ഡെവലപ്പ് ആവുന്ന സാധനം നമുക്ക് കിട്ടുന്നുണ്ട്. ബിഗ് ബോസിൽ കൂടി ആയപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഇനിയിപ്പോൾ ആള് പാടുന്ന ഒരു പാട്ട് കമ്പോസ് ചെയ്യുക, അല്ലെങ്കിൽ അത് ലിറിക്സ് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ച് അത് വലിയൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നത് കേട്ടാ. അത് പുറത്തുള്ളവരിപ്പോ മുമ്പും ആളെ പാട്ട് ചെയ്തിരുന്നില്ലേ എന്നുള്ള സാധനം. പക്ഷെ നമുക്ക് അങ്ങനെയല്ല, ആള് ഡെവലപ്പ് ആവുന്ന ഒരേ സ്റ്റേജ് കാണുമ്പോഴും ഭയങ്കര വലിയൊരു കാര്യമായിട്ട് ഞങ്ങൾ കാണുന്ന ഒരേ സ്റ്റേജും ഒരു സംഭവം നമുക്ക് ഉണ്ട്. അപ്പോൾ ആളിറങ്ങി വന്നാലും നമ്മൾ ഒന്നുകൂടി ഡബിൾ ചാർജ് ആയിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ കുറെ പാട്ടുകൾ പെൻഡിങ് എടുക്കുന്നുണ്ട്, അതൊക്കെ ഇറക്കി. പാട്ടുകളുണ്ട്, പിന്നെ കുറെ കാര്യങ്ങൾ തുടങ്ങി വെച്ചിട്ടുണ്ട്, പോഡ്കാസ്റ്റ് പോലെ, പുതിയ പ്രൊജക്ട്സ് ഉണ്ട്, വലിയ പ്രൊജക്ട്സ് ഉണ്ട്, വേറെ ഒരുപാട് പ്ലാനിങ്ങിലുണ്ട്, നല്ല നല്ല പരിപാടികൾ. പ്ലാൻ എല്ലാം ഉണ്ട്, എല്ലാം ഓരോ പ്ലാനിലുണ്ട്. മാത്രമല്ല ഇപ്പൊ പ്ലാനിങ് വെച്ച് മ്യൂസിക്കലി അവന്റെ പ്ലാനിങ് എന്ന് വെച്ച് കഴിഞ്ഞാല് മറ്റേ ബുഡാപെസ്റ്റ് ഓർക്കസ്ട്ര, അതേപോലെ ഇസ്താംബൂളിൽ പോയിട്ട് അവിടെ അങ്ങനെയൊക്കെ അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഫോറിൻ. പിന്നെ ഒരു വലിയൊരു ഷോ, വലിയൊരു ടെലിവിഷൻ ഷോ ആരും ചെയ്യാത്തൊരു സാധനം ചെയ്യണമെന്നൊക്കെ ഉണ്ട്. മൈൻഡിലുണ്ട് സാധനം, ഒരുപാട് ത്രെഡുകളൊക്കെ ഉണ്ട്. ത്രെഡ് ഇങ്ങനെ പുറത്ത് പറഞ്ഞിട്ടില്ല, പക്ഷെ ഒരു സാധനം ആളെ തലയിലുണ്ട്, ആരും ഇതുവരെ തൊടാത്ത ഒരു ടീമും പുള്ളിയുടെ മൈൻഡിലുണ്ട്. അപ്പൊ അത് ഇറങ്ങി വന്നാൽ എനിക്ക് തോന്നുന്നത് അതൊരു വലിയ സംഭവമായിരിക്കും. ടീം ആ സംഭവം നമുക്ക് കേട്ടപ്പോ ഒരു റവല്യൂഷൻ പരിപാടിയാണ്. അക്ബർക്കാക്ക് അങ്ങനത്തെ കുറെ ലോങ് തെറിച്ച ചിന്തകൾ അത് വർക്ക്ഔട്ട് ആക്കുകയും ചെയ്യും. വെറുതെ ചിന്തിച്ച് വിട്ടില്ല ബാക്കിയുള്ളവരെമാര്. അക്ബർക്ക് ഒരു കാര്യം പ്ലാൻ ചെയ്ത് അക്ബർക്ക് അത് ടൈം എടുത്തിട്ടാണെങ്കിൽ അത് വർക്ക്ഔട്ട് ചെയ്യും. അങ്ങനെയാണ് ആളുടെ കാര്യം. അങ്ങനെ ആ സ്റ്റേജ് അങ്ങനെ ആൾ കയറി കയറി വന്നതൊക്കെ അങ്ങനെ തന്നെയാണ്. അതെന്തായാലും വർക്ക്ഔട്ട് ആവും.